കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ തീപ്പൊരി മലയാള സിനിമയിലാകെ കത്തിപ്പടരുമ്പോൾ കുറ്റാരോപിതരായ ചില നടന്മാർക്കും സംവിധായകനുമൊക്കെ എതിരെ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായിരിക്കുന്നതിനിടയിൽ അവിടെ ഇവിടെയായി നീട്ടിപ്പിടിച്ചിരിക്കുന്ന ചാനൽ മൈക്കുകളുടെ മുന്നിൽ തൊട്ടതിൻ്റെയും തോണ്ടിയതിൻ്റെയും മാരക വെളിപ്പെടുത്തലുകളുമായി വന്നവരിൽ ചിലർക്കെങ്കിലും കൃത്യമായ ഒരു അജണ്ടയുണ്ടെന്നും ചിലരെ അവർ ടാർഗറ്റ് ചെയ്യുന്നതും അങ്ങേയറ്റം ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ പോലും ചാനലുകൾ മനഃപൂർവ്വമായി അവഗണിക്കുന്നതും പൊതുജനങ്ങൾക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നടിമാരുടെ വെളിപ്പെടുത്തലുകളെ സൗകര്യം പോലെ വളച്ചൊടിക്കുന്നത് സ്പോൺസർമാരുടെ താല്പര്യത്തിന് അനുസരിച്ചായിരിക്കാം. ചില ആരോപണങ്ങളെ പർവ്വതീകരിക്കുന്നതും ഗുരുതരമായ ചില ആരോപണങ്ങളെ അവഗണിക്കുന്നുവെന്നും ആരോപണമുണ്ട്. ആ നിഗമനത്തിന് ആക്കം കൂട്ടിക്കൊണ്ടാണ് സുചിത്ര എന്ന ഗായിക ഇപ്പോൾ സംവിധായകൻ ആഷിഖ് അബുവിനും ഭാര്യ റിമയ്ക്കുമെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. റിമ കല്ലികൽ എന്ന നടിയുടെ കൊച്ചിയിലെ വീട്ടിൽ ലഹരി കേന്ദ്രീകൃത പാർട്ടികൾ നടത്താറുണ്ടെന്നും അത്തരം പാർട്ടികളിൽ യുവതീ യുവാക്കൾ പങ്കെടുക്കാറുണ്ടെന്നുമാണ് ഒരു മ്യൂസിക്കൽ ചർച്ചയ്ക്കിടെ ഗായിക ആരോപിച്ചിരിക്കുന്നത്. ഇത്തരം ലഹരി കൂത്താട്ടങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെന്നും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ നടിക്ക് അവസരങ്ങൾ സിനിമയിൽ കുറഞ്ഞു പോയതെന്നും സുചിത്ര തുറന്ന് അടിച്ചിരിക്കുകയാണ്. ഇത്തരം ലഹരി പാർട്ടികളിൽ ഒരു പാർട്ടിയിലും ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുവെന്ന് ഗായിക സാക്ഷ്യപ്പെടുത്തുന്നു. ലഹരി പാർട്ടിക്കിടെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളാത്തതാണെന്ന് അനുഭവസ്ഥരായ പെൺകുട്ടികൾ പലരും തന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും തനിക്ക് ഇത് ആദ്യം അവിശ്വസനീയമായി തോന്നിയെന്നുമുള്ള വലിയ ആരോപണങ്ങളുമാണ് സുചിത്ര ഉന്നയിച്ചിരിക്കുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വിഷയം മലയാള സിനിമയിലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം തന്നെയാണ്. മരുന്നടിച്ച് മയങ്ങി നിൽക്കുന്നവർമാർക്കാണല്ലോ ബന്ധങ്ങളും പ്രായവും നേരവും നിലവാരവും ഒന്നും നോക്കാതെ ആസക്തി ശമിപ്പിക്കണമെന്ന് തോന്നുന്നത്. എന്നാൽ ഈ ആരോപണത്തെ എല്ലാ മുഖ്യധാരാ ചാനലുകളും ആത്മാർത്ഥമായി മുക്കി എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. എന്നാൽ ഇത്ര ഗൗരവമുള്ള വിഷയം ഒരു സ്ത്രീ പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ടും മാധ്യമങ്ങൾ അതിൽ സെൻസേഷൻ കാണാത്തതും അത് വാർത്തയാക്കാത്തതും സിനിമയെ നിയന്ത്രിക്കുന്ന മാഫിയ സംഘത്തിന്റെ സ്വാധീനം കൊണ്ട് തന്നെ ആയിരിക്കണമെന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഈറ്റില്ലമായ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ മയക്കുമരുന്നും ഗുണ്ടാ പ്രവർത്തനങ്ങളുമായി നീങ്ങുന്ന മാഫിയ സംഘത്തെയാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന് വിളിക്കുന്നത്. ചിലരെയൊക്കെ വെട്ടിയൊതുക്കിയും ഒരു യോഗ്യതയുമില്ലാത്ത ചിലരെ പരിധിക്ക് അപ്പുറത്തേക്ക് പൊക്കിപ്പിടിച്ചും ചില വ്യക്തികൾക്കും സമുദായങ്ങൾക്കുമെതിരെ ആസൂത്രിതമായി സിനിമയുണ്ടാക്കിയും സിനിമയിൽ ചില പ്രത്യയശാസ്ത്രങ്ങൾ നിഗൂഢമായി ഒളിപ്പിച്ച് കടത്തിയും മലയാള സിനിമയെ ഹൈജാക്ക് ചെയ്തു വരികയായിരുന്നു ഇവർ. ഇതൊന്നും ഏറ്റുപിടിച്ച് വാർത്തയാക്കി സ്വന്തം കഞ്ഞികൂടി മുട്ടിക്കാൻ ഒരു മാധ്യമങ്ങളും തയ്യാറാകില്ലെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ഏതായാലും തൻ്റെ ഇടത്തോടെ തനിക്കറിയാവുന്ന കാര്യം വിളിച്ചു പറഞ്ഞ ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലുകളിലെ സത്യം പുറത്തു വരുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.